അനാഥരായ വയോധികരെ പാർപ്പിക്കാൻ ഷൊർണൂർ നഗരസഭയ്ക്ക് ഇനി ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടം. അഭയം ഷെൽട്ടർ ഹോമിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2 നിലകളിലായിട്ടുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്. പരുത്തിപ്ര മഞ്ഞക്കാട് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുള്ള നഗരസഭയുടെ 7 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു മുറിയിൽ 4 പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം. ശുചിമുറി, വിശ്രമമുറി, ഹാൾ, അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 125 പേർക്ക് താമസിക്കാവുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ, മക്കൾ കൊണ്ട് വിടുന്നവർ, പോലീസ് മുഖേന റോഡരികിൽ നിന്ന് കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലുള്ള വയോധികരെയും സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം. അഭയം ഷെൽട്ടർ ഹോമിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്ത്രീയെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഒരു 3 ലക്ഷം മാസം കിട്ടുന്നുള്ളൂ, ഞാനാണ് ഏറ്റവും കുറവ് കിട്ടുന്ന ആളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. എല്ലാവരും അങ്ങനെയൊന്നല്ല, ഭൂരിഭാഗം അങ്ങനെയല്ല. ഇങ്ങനെയും ചിലരുണ്ട്. അവരെ പിടിക്കാനുള്ള അവർക്ക് നേരിട്ടില്ല. കാരണം ആള് നേരിട്ട് വന്നാലും ചുക്കാൻ പറ്റും, അതിന്റെ ആവശ്യം വരുന്നില്ല. എന്നാലും ചിലരുണ്ട് കേട്ടോ. ഈ നാട്ടുകാർക്ക് ഇത് മനസ്സിലാവാത്തതുണ്ട്. കേസ് മാത്രം മുഴുവൻ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിൽ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ രേഖ ആവശ്യപ്പെടുക, അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിക്കുക, ബോധപൂർവം ഫയൽ കയ്യിൽ വെച്ച് വൈകിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരെ പിടികൂടാനുള്ള ഒരു പരിപാടി ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറാക്കിയിരുന്നത്. പറഞ്ഞാൽ ശരിയാവില്ല. കുറച്ച് ദിവസത്തിനുള്ള അതിന്റെ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കും. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആൾക്കാർക്ക് കാര്യം വേഗത്തിൽ നടക്കണം. അതിനാണ് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നത്. അത് പരാജയപ്പെടുത്താൻ വളരെ കുറച്ചു പേരാണെങ്കിലും ശ്രമിച്ചാൽ അവരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.